നമുക്ക് ഈ അണ്ടം നമ്മുടെ ശരീരത്ത് പൊട്ടി വെളിയിൽ വന്നു കഴിഞ്ഞാൽ പൊട്ടി വെളിയിൽ വന്നിട്ട് ആ അണ്ടവാഹിനി കുഴലുണ്ട്. ആ അണ്ടവാഹിനി കുഴലാണ് പതുക്കെ അതിനെ ആ ട്യൂബിലേക്ക് വലിച്ചു കയറ്റുന്നത്. അപ്പോൾ അത് ഈ അണ്ടവാഹിനി കുഴലിലും ഒരു 24 മണിക്കൂർ ജീവനോടിരിക്കും അണ്ടം. 24 മണിക്കൂർ കഴിഞ്ഞാൽ അത് പതുക്കെ ദ്രവിച്ചു പോവും. അപ്പോൾ അണ്ടോൽപാദനം നടന്ന് 24 മണിക്കൂർ, അണ്ടോൽപാദനത്തിന് മുമ്പ് 24 മണിക്കൂർ ആണെങ്കിലും ഗർഭിണിയെ ആകാൻ സാധ്യതയുണ്ട്. അണ്ടോൽപാദനം കഴിഞ്ഞ് 24 മണിക്കൂറിൽ ബന്ധപ്പെട്ടാലും ഗർഭവതിയാകാൻ സാധ്യതയുണ്ട്. അതിനകത്ത് ഒരു കാര്യം കൂടെയുണ്ട്. പുരുഷൻ്റെ ബീജം അകത്ത് കയറി കഴിഞ്ഞാൽ 72 മണിക്കൂർ അത് ലൈവായിരിക്കും. അപ്പോൾ അണ്ടോൽപാദനം നടക്കുന്നതിന് 2 ദിവസം മുമ്പാണ് ബന്ധപ്പെട്ടാലും അവർ പ്രഗ്നൻ്റ് ആവും. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇത് എന്നാണ് അണ്ടോൽപാദനം. അപ്പം നമ്മൾ പറയുന്നത് മാസമുറ തുടങ്ങി 9ാമത്തെ ദിവസം തുടങ്ങി 18ാമത്തെ ദിവസം വരെ നമ്മളത് സെക്സ് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ പ്രഗ്നൻസിക്കുള്ള സാധ്യത കുറവാണെന്ന്.